കോൺഗ്രസ് പ്രവർത്തകർ സൃഷ്ടിച്ച ആവേശക്കടലിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പുതിയ KPCC നേതൃത്വം അധികാരം ഏറ്റെടുത്തത്. കളമിറങ്ങുന്ന പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ഭാവി പ്രവർത്തനങ്ങളിലെ ഒരു പടക്കുതിരയായിട്ട് മുമ്പിൽ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുന്നു. അത് കേട്ട ആവേശഭരിതരായ കോൺഗ്രസ് പ്രവർത്തകരെ ജനക്കൂട്ടം ഹർഷാരവം മുഴക്കുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു അധികാര കൈമാറ്റം അല്ലെങ്കിൽ അധികാരം ഏറ്റെടുക്കൽ. അത് കഴിഞ്ഞ് പതിവില്ലാത്തതുപോലെ പിറ്റേ ദിവസം തന്നെ ഈ നേതാക്കൾ ഡൽഹിക്ക് ഹൈക്കമാൻഡിന്റെ സമക്ഷത്തിലേക്ക് വണ്ടി കയറുന്നു. ചില മുൻ KPCC പ്രസിഡന്റുമാരെയൊക്കെ ക്ഷണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികൾ ഡൽഹിയിലെത്തുന്നു. പറഞ്ഞ ഇതൊരു പതിവില്ലാത്ത ഏർപ്പാടാണ്. ഒരു KPCCയുടെ പുതിയ നേതൃത്വം അധികാരമേറ്റാൽ ഉടനെ ഡൽഹിയിൽ പോവുക, അവരെ മുഖതാവിൽ കണ്ട് അനുഗ്രഹാശിസുകളും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിക്കുക, ഇതൊക്കെ അത്ര പതിവില്ലാത്തതാ. എന്തായാലും അതും ഇത്തവണ ഉണ്ടായി. KPCCയിലോ അല്ലെങ്കിൽ CPM-ലോ ഒക്കെ പുതിയ നേതാക്കൾ വരുമ്പോൾ അവരുടെ മുമ്പിലുള്ള പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനെയൊക്കെ സമർത്ഥമായി നേരിടാൻ അവർക്ക് കഴിയുമോ, ഈ രീതിയിലുള്ള ചർച്ചകൾ ടെലിവിഷൻ ചാനലുകളിലും മറ്റും ഉണ്ടാവുന്നത് വളരെ സ്വാഭാവികമാണ്. അതുപോലെ സണ്ണി ജോസഫും മറ്റും അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായിരുന്നു ചർച്ച. പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പുതിയ നേതൃത്വത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ. അതിനിപ്പോ വലിയൊരു ഗവേഷണം നടത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് മനസ്സിലാക്കാൻ വലിയ ഡെക്കറേഷനും വേണ്ട അതിനെപ്പറ്റി പറയാൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ഈ നേതൃത്വത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അതിന് കഴിയുമോ? അതിനു മുമ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് ഈ നേതൃത്വത്തിന് കഴിയുമോ? അതാണ് അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി. പറഞ്ഞല്ലോ, അത് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ഗവേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് കേട്ടോ, ഒരു അംശം. അതായത് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീമിന്, അതായത് സണ്ണിയും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും, അത്രയും പേരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു പുതിയ ട്രഷററെ കൂടി കൂട്ടത്തിൽ നിയമിക്കാമായിരുന്നു. അതിന് മറ്റെന്തെങ്കിലും പരിഗണനകളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നാവും. നേരത്തെ ഉണ്ടായിരുന്ന ട്രഷറർ അന്തരിച്ചതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നു കുറെ ഏറെ മാസങ്ങളായി ഒരു പുതിയ ട്രഷറർ വന്നിട്ട്. പിന്നെ KPCCയിലെ ഈ പണമിടപാടൊക്കെ ആരാ നടത്തുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. KPCC ആയതുകൊണ്ട് ട്രഷറർ ഇല്ലെങ്കിലും ഖജാൻജി ഇല്ലെങ്കിലും പണമിടപാട് നടന്നോളും. അദ്ദേഹത്തെ കൂടെ വയ്ക്കാമായിരുന്നു, ആ പദവിയിലേക്ക് കൂടെ ഒരാളെ വയ്ക്കാമായിരുന്നു. ഇപ്പോ പ്രസിഡന്റും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും പിന്നെ UDF-നൊരു കൺവീനറും. അവരുടെ വാക്കുകൾ, ഇത് ഒരു അധ്യക്ഷ കേന്ദ്രീകൃത പാർട്ടിയുടെ രീതിയിലായിരിക്കില്ല പ്രവർത്തിക്കുക, മറിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കും എന്ന ഒരു സന്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കുന്നതിന് ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സണ്ണി ജോസഫിന്റെ വാക്കുകൾ, അതുപോലെ തന്നെ മറ്റ് 3 വർക്കിംഗ് പ്രസിഡന്റുമാര്, അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്കറിയാമല്ലോ, കോൺഗ്രസ് എപ്പോഴും ഒരു അധ്യക്ഷ കേന്ദ്രീകൃത പാർട്ടിയാണ്. ആര് പ്രസിഡന്റ് ആയാലും അദ്ദേഹം തീരുമാനിക്കുന്നത്, അല്ലാതെ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നതൊക്കെ ആയിരിക്കും നടക്കുക. കേരളത്തിലും പലപ്പോഴും അങ്ങനെയാണ്. KPCC പ്രസിഡന്റുമാരുടെ ഒരു തനിപ്പിടിയാണ് വളരെ അപൂർവം സാഹചര്യങ്ങളിൽ ഒഴികെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. AICC-ലോ തന്നെയാണ്. ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സീതാറാം കേസരി, അദ്ദേഹം കൂടെ വിനയാന്വിതനായിട്ട് പാർട്ടിയുടെ ട്രഷറർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം AICC പ്രസിഡന്റ് ആയപ്പോൾ പെട്ടെന്നൊരു പ്രതാപശാലിയായ നേതാവായിട്ട് മാറുന്നത് കാണാൻ കഴിഞ്ഞു. അതൊരു രീതിയാണ്, അത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ സണ്ണി ജോസഫിന്റെ വാക്കുകൾ അങ്ങനെയല്ല. അത്തരത്തിലൊരു KPCC പ്രസിഡന്റ് ആയിരിക്കില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും താനെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പൊ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന വർക്കിംഗ് പ്രസിഡന്റുമാർ വർക്കിംഗ് ആയിരുന്നോ നോൺ വർക്കിംഗ് ആയിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വർക്കിങ്ങിന്റെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ 3 പുതിയ പ്രസിഡന്റുമാരെ എങ്ങനെ ഉപയോഗിക്കാൻ സണ്ണി ജോസഫിന് കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ ടീം വർക്ക്, ഇപ്പൊ അവിടെ നമ്മുടെ UDF-ന്റെ കൺവീനർ ഉണ്ട്, സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. പറഞ്ഞല്ലോ, അവിടെ ഈ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് കൊടുക്കുന്ന അധികാരങ്ങൾ, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന അധികാരങ്ങളെ, ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, അത് വളരെ പ്രധാനമായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ 3 വർക്കിംഗ് പ്രസിഡന്റുമാര്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ PC വിശ്വനാഥും ഷാഫി പറമ്പിലും, സണ്ണി ജോസഫ് ഒരു കാര്യം ഓർക്കുക,
മിടുക്കന്മാരാ രണ്ടുപേരും. അൽകുമാർ മിടുക്കനല്ലെന്നല്ല പറഞ്ഞത്, അദ്ദേഹം കുറെ കൂടെ ഒരു മുൻ തലമുറയുടെ പ്രതിനിധി ആയതുകൊണ്ട് ഞാൻ ഈ രണ്ടുപേരെ പേരെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സണ്ണി ജോസഫ് പ്രസിഡന്റ് KPCC ഇവരെയൊക്കെ അല്ലെങ്കിൽ ഈ 3 പേരെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവരൊരു പക്ഷെ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാനും മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. സണ്ണി വക്കീൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതില് അസംതൃപ്തരായ ധാരാളം ആളുകളുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ഈ KPCCയുടെ പുതിയ നേതൃത്വവുമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. ഒരു പാർട്ടി പുനഃസംഘടന അത് കൂടുതൽ അസംതൃപ്തരെ സൃഷ്ടിക്കാനാവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇക്കുറി കൂടുതൽ അസംതൃപ്തരുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പണ്ടൊക്കെ 2-3 പേര് ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ള 2-3 ആളുകൾ, അവരിൽ നിന്നൊരു KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുക, നിശ്ചയിക്കുക, അതാണ് നടന്നിരുന്നത്. ഇവിടെ അങ്ങനല്ല. ആർക്കും KPCC പ്രസിഡന്റ് ആകാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു MLA-ക്കോ MP-ക്കോ ആർക്കും ആരെയും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്നുള്ള ഒരു നില വന്നപ്പോൾ പലരും ആഗ്രഹിച്ചു, ഞാനായിരിക്കും KPCC പ്രസിഡന്റ്, എനിക്കെന്താ കുഴപ്പം, ഞാൻ KPCC പ്രസിഡന്റ് ആയാലും അങ്ങോട്ട് ആവില്ലേ എന്നൊക്കെ ചിന്തിച്ച പലരുമുണ്ട്. അത് നടക്കാതെ പോകുമ്പോൾ അസംതൃപ്തരുടെ എണ്ണം കൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മാത്രമല്ല, ഇക്കുറി ഒരു KPCC പ്രസിഡന്റ് അയാൾ തീരുമാനിച്ചതാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അതിനെ സമ്മതിച്ചു തരണമെന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് 1-2 ദിവസം അതിനൊരു തടസ്സം അല്ലെങ്കിൽ ഒരു കാലതാമസം ഉണ്ടായപ്പോൾ അങ്ങനെ ആ പദവിയിൽ എത്താതെ നോക്കുന്നതിന് എന്തുമാത്രം നെറികെട്ട കളികളാണ് കളിച്ചത്. അതെല്ലാവർക്കും അറിയാം, കോൺഗ്രസ് ഉള്ളവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ അസംതൃപ്തര് കൂടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഗ്രൂപ്പില്ല എന്നൊക്കെ പറയും, ഗ്രൂപ്പുകൾക്ക് അതീതമാണ് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചത്, അതിന്റെ മാനദണ്ഡം കഴിവ് മാത്രമാണ് എന്നൊക്കെ പറയാം. ശരിയാ, ഇവരാരും കഴിവില്ലാത്തവരല്ല, കഴിവ് ഒരു മാനദണ്ഡം തന്നെയാണ്. പക്ഷേ KPCC പ്രസിഡന്റായി നിയോഗിക്കപ്പെടുന്നതിന് എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്ന വളരെ സീനിയറായ, ഇപ്പോഴത്തെ പലരെക്കാളും സീനിയറായ, ഏതാണ്ട് ഒരു നല്ല ശതമാനം ആളുകൾക്കും സ്വീകാര്യനായ, കേരളം മുഴുവൻ അറിയപ്പെടുന്ന, അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടാൽ ആർക്കും മനസ്സിലാകാതിരിക്കില്ല, ബെന്നി ബെഹ്നാൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നതും, അദ്ദേഹത്തെ നിയമിക്കണമെന്നല്ല പറയുന്നത്, ചർച്ചകളിൽ പോലും ആ പേര് വരാതിരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നതും, UDFന്റെ കൺവീനറായിരുന്ന MM ഹസനെ രായ്ക്ക് രാമാനം പിടിച്ചിറക്കി വിട്ടതും, ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഗ്രൂപ്പില്ല എന്ന് പറയുമെങ്കിലും പണ്ട് ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില ആളുകളെ തെരഞ്ഞു പിടിച്ചവരെ ഇല്ലാതാക്കാൻ, അങ്ങനെ ആ ഗ്രൂപ്പിന്റെ വേരുകൾ അറക്കാനുള്ള ശ്രമമാണോ നടന്നതെന്ന് വേണമെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചിന്തിക്കാം. അത് അവരിൽ അസംതൃപ്തി ഉണ്ടാവും. MM ഹസൻ വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ അദ്ദേഹം UDFന്റെ കൺവീനറാ, രാവിലെ എഴുന്നേൽക്കുമ്പം വേറൊരാൾ ആ സ്ഥാനത്ത് ഇരിക്കുകയാ. അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ, ഇങ്ങനെ ഒരു പുനഃസംഘടന വരിക, അപ്പൊ നമുക്ക് ചില പരിഗണനകളുണ്ട്, കൺവീനർ സ്ഥാനത്തേക്ക് ചില പ്രത്യേക സമുദായത്തിൽ നിന്ന് നമുക്ക് ഒരാളെ വെക്കേണ്ടി വരുന്നു, ഇതൊക്കെയാണല്ലോ ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇതൊക്കെ ആര് അല്ല ഇല്ല എന്ന് പറഞ്ഞാലും സത്യം അതാണ്. ആയിക്കൊള്ളട്ടെ, അത് കോൺഗ്രസിൽ ഇതൊക്കെ പതിവാണ്. അപ്പൊ അതുകൊണ്ട് താങ്കളൊന്ന് മാറിത്തരണം എന്ന് പറഞ്ഞാൽ പറ്റില്ല, എന്നെ ഹൈക്കമാൻഡിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല എന്നൊന്നും പുള്ളിക്കാരൻ പറയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതുപോലും ഉണ്ടായത് ഒരു കട്ട്സി. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ അടുക്കള ജോലിക്കും മറ്റു ഒരാളെ നിയമിക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ അവരെ നമ്മൾ അങ്ങ് പറഞ്ഞു വിടാൻ തീരുമാനിച്ചാൽ തലേ ദിവസമെങ്കിലും പറയാമല്ലോ, മേരിക്കുട്ടി നാളെ വരണ്ട, നാളെ മുതൽ വേറെ ആൾ ഇവിടെ ഉണ്ടാവും എന്നൊന്ന് പറയുക. അത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അതുപോലും ഈ കാര്യത്തിൽ ഉണ്ടായില്ല. ഇനി നോക്കുക, ഈ കഴിഞ്ഞ KPCC, അതില് KPCC പ്രസിഡന്റ് പഴയ I ഗ്രൂപ്പുകാരന്, കൺവീനർ A ഗ്രൂപ്പുകാരന്, 3 വർക്കിംഗ് പ്രസിഡന്റ്മാര് പഴയ A ഗ്രൂപ്പുകാരാ. ഞാൻ പഴയ എന്ന് പറയുന്നത് വളരെ ബോധപൂർവമാണ്. ഇപ്പോൾ അവരൊക്കെ ഉമ്മൻചാണ്ടിയോട് ആ ആഭിമുഖ്യം അല്ലെങ്കിൽ പഴയ ആ മനസ്സുകൊണ്ടുള്ള അടുപ്പം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ A ഗ്രൂപ്പുകാരാ, അവരെല്ലാം പോയി. അതിന് പകരമാണ് ഇപ്പൊ വിഷ്ണുവും ഷാഫി പറമ്പിലും വന്നിരിക്കുന്നത്. അതൊന്നും A ഗ്രൂപ്പ് എന്നുള്ളൊരു പരിഗണനയിലല്ല. ഇപ്പൊ നിലവിൽ മാർക്കറ്റുള്ള 2 ചെറുപ്പക്കാരായതുകൊണ്ടാണ്. കോൺഗ്രസിലെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലെ അത്യാവശ്യം ആളുകള് ഫോട്ടോ കണ്ടാലും ഇനി പേര് കേട്ടാൽ തന്നെ ആരാണ് എന്താണ് എന്ന് ആളുകൾക്ക് അറിയാവുന്ന 2 പേരുകാര്, ഭാവിയിൽ കോൺഗ്രസിന് വളരെയേറെ പ്രയോജനം ചെയ്യാൻ പോകുന്ന 2 പേർ എന്ന നിലയിൽ തന്നെയാണ് അവര് വന്നിരിക്കുന്നത്. അപ്പം പഴയ A ഗ്രൂപ്പുകാര്, അവരുടെയൊക്കെ മനസ്സിൽ ഈ വികാരം കിടപ്പുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നവര്
ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ട് എന്ന് അവർ പറയുമ്പോൾ ഈ പുനഃസംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നു ശ്രദ്ധിക്കാമായിരുന്നു. ഞാൻ ഒരു പഴയ കഥ ഓർമ്മിപ്പിക്കുക. 1992 എ കെ ആന്റണിയും വയലാറിയും തമ്മിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ ആന്റണി തോറ്റുപോയി. തോൽവി തന്നെയാണ്. ഭൂരിപക്ഷം കരുണാകരൻ നേതൃത്വം കൊടുത്ത ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി വയലാർ വിക്കായിരുന്നു. അദ്ദേഹം ജയിച്ചു. പക്ഷേ അതിനുശേഷം ആ പാർട്ടിയിൽ ഉണ്ടായ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അത് ആന്റണിയെ തോൽപ്പിച്ചത് കൊണ്ടായിരുന്നില്ല. അത് സണ്ണി വക്കീൽ അടക്കമുള്ളവർ ഓർക്കുന്നത് നന്നായിരിക്കും. അന്ന് വയലാർ ജയിച്ചതോടെ എ ഗ്രൂപ്പിൽ നിന്ന് KPCC എക്സിക്യൂട്ടീവിലേക്ക് പോലും ഒരാളെ വയ്ക്കാതെയാണ് പുനഃസംഘടന നടത്തിയത്, അല്ലെങ്കിൽ ബാക്കി ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറിമാര്, മറ്റു ഭാരവാഹികള്, വൈസ് പ്രസിഡന്റുമാര്, ട്രഷറർ, ഇതിൽ നിന്നെല്ലാം എ ഗ്രൂപ്പുകാരെ ഒഴിവാക്കി നിർത്തി. 11-12 വോട്ടിനാണ് അന്ന് എ കെ ആന്റണി തോറ്റത്. അത്രയ്ക്ക് വോട്ട് വാങ്ങിയതാണ് ആന്റണി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ പോലും KPCCയിലേക്ക് വെച്ചില്ല. ഒരു എ ഗ്രൂപ്പ് വിമുക്ത KPCC വന്നു. അതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് പരിഹരിക്കപ്പെടാതെ നീണ്ടുപോയത്. അവസാനം ശ്രീ കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നേതൃമാറ്റ ചർച്ചകളിലേക്കും അതിന്റെ പരിസമാപ്തിയിലേക്കും വന്നത്. എത്ര ഗ്രൂപ്പില്ലാന്ന് പറഞ്ഞാലും സണ്ണി വക്കീൽ അതൊന്ന് മനസ്സിൽ ഓർത്താൽ നല്ലതാ. വാസ്തവത്തിൽ ഈ പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ച ഉടനെ ഡൽഹിയിലെ ഹൈക്കമാൻഡുമായിട്ട് നടത്തിയ ഒരു മുഖാമുഖം അത് വാസ്തവത്തിൽ ഒരു പൊല്ലാപ്പായി മാറുകയാണ് ഉണ്ടായത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ സണ്ണി വക്കീൽ അടക്കമുള്ളവർക്ക് തോന്നുന്നുണ്ടാവും. കാരണം അതിലേക്ക് മുൻ KPCC പ്രസിഡന്റുമാരെ കൂടെ വിളിച്ചിരുന്നു. PM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ K മുരളീധരൻ, ഇവരാരും പോയില്ല. K സുധാകരൻ പോലും പോയില്ല. വാസ്തവത്തിൽ മറ്റു 3 പേര് പോയില്ലെങ്കിലും സുധാകരൻ പോകേണ്ടതല്ലയോ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പടക്കുതിരിയായിട്ട് നിൽക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ കണ്ടില്ല. അദ്ദേഹം പോകുമെന്ന് പറഞ്ഞിരുന്നതാ. പിറ്റേന്ന് ഉച്ചയ്ക്ക് കൊച്ചി വഴി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ പോയത് കണ്ണൂർക്കാം. അദ്ദേഹം കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു സണ്ണി ജോസഫിനെ. എങ്കിലും അദ്ദേഹം അസംതൃപ്തനാണ് എന്നുള്ളതിന് ഇതിൽ പല ഒരു തെളിവ് വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പൊ ഡൽഹിയിൽ പോയിട്ട് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് സംസാരിച്ചിട്ട് എന്ത് നേടാനാ? അല്ലെങ്കിൽ എന്ത് പ്രത്യേക നേട്ടമാണ് ഉണ്ടായത്? അവരുടെ ഒരു അനുഗ്രഹങ്ങൾ, അംഗീകാരം, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ സ്വീകരിക്കുന്ന നല്ലതാണ്. പക്ഷെ എന്തായി? വെളുക്കാൻ തേച്ചത് പാണ്ടായി. KPCC പ്രസിഡന്റുമാര് പോവാതിരുന്നത് വലിയ പ്രശ്നമായി. പ്രത്യേകിച്ച് അവിടെ സണ്ണി ജോസഫിന്റെ കയ്യിലേക്ക് ബാറ്റൻ കൈമാറേണ്ട പടിയിറങ്ങിയ പ്രസിഡന്റ് പോലും പോയില്ല എന്നുള്ളത് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത്. സ്ഥാനമേറിയടങ്കിൽ 6-7 MP മാരുണ്ടായിരുന്നില്ല. അതൊരു ചർച്ചാ വിഷയമാകുന്നു. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ MP മാരെ കൺസൾട്ട് ചെയ്യുന്ന രീതി ഒരു അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഒരു 3-4 അല്ലെ 5 വർഷങ്ങളെ ആയിട്ടുള്ളൂ കേരളത്തിലുള്ള MP മാരെ കൺസൾട്ട് ചെയ്യാൻ. പണ്ടത് ഉണ്ടായിരുന്നില്ല. പണ്ട് ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ്. ഇപ്പോൾ ഇവിടെ ഈ MP മാരെ കൂടെ കൺസൾട്ട് ചെയ്യും, അവരോടൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ ഈ PCC പ്രസിഡന്റിനെ നിശ്ചയിച്ച കാര്യത്തില് അവരോട് ആരെങ്കിലും കമാന്ന ഒരക്ഷരം ആരെങ്കിലും മിണ്ടിയതായിട്ട് ഒരു തെളിവുമില്ല. അവരാരും പറയുന്നില്ല. എങ്കിൽ വരുമല്ലോ. ഈ ഇന്ദിരാഭവനിൽ നടന്ന ഈ ആവേശക്കടലിന്റെ നടുവിലേക്ക് അവരും വന്ന് നിൽക്കേണ്ടതാണല്ലോ. അപ്പൊ അവരോടൊന്നും കൺസൾട്ട് ചെയ്തിട്ടില്ല. അവർക്കൊരു പ്രതിഷേധമുണ്ട്, സ്വാഭാവികമാണ്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിന് ചില പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. അതിങ്ങനെ KPCC ആഫീസിന്റെ ഭിത്തിയിൽ നോക്കുമ്പോൾ അവിടെ മുഴുവൻ KPCC പ്രസിഡന്റുമാരുടെയും ചിത്രമുണ്ട്. പക്ഷെ ഒരു ദളിത് അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ്. അവർക്ക് ഇതുവരെ ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. എല്ലാ പ്രസിഡന്റുമാരെയും പുള്ളി ഇങ്ങനെ ആ ഭിത്തിയിൽ മുഴുവൻ നോക്കിയിട്ടും അങ്ങനെ ഒരാളെ കണ്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ എഴുന്നള്ളിക്കേണ്ട ഒരു കാര്യമാണോ? ഒരു പുതിയ പ്രസിഡന്റ് ചുമതലയേക്കുക, അവിടെയാണോ ഇത് പറയേണ്ടത്? അല്ലെങ്കിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ നമ്മൾ വെറും ഒരു ദളിത് നേതാവായിട്ടൊന്നും മാറ്റി നിർത്തണ്ട. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാവാണ്. 7-8 തവണ MP ആയിട്ട് ജയിച്ച ഒരാളാണ്. ഒരു തവണ മറ്റേ തോറ്റിട്ടുള്ളൂ. കേന്ദ്രമന്ത്രിയായിരുന്നു. ഇപ്പൊ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ അങ്ങനെ ഒരു കള്ളിയിലൊന്നും പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ മറ്റ് ദളിത് നേതാക്കളെ വളർത്തിക്കൊണ്ട് വരിക എന്ന ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? അതൊന്നും ആലോചിക്കേണ്ടതല്ലേ? ഈ കഴിഞ്ഞ മാർച്ചില് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായിട്ടൊരു ചർച്ച നടത്തിയല്ലോ. അവിടെ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി ചോദിച്ചു, നിങ്ങളൊക്കെ ആരെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത്, അന്യത വളരെ സന്തോഷകരമായിട്ട് തീരേണ്ട ഒരു ചടങ്ങില് ഇത്തരത്തിലുള്ള പരാമർശങ്ങള്, പരാതികള് പിന്നീട് പിറ്റേ ദിവസം നടക്കുന്ന ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിൽക്കുന്നത്, ഇതൊക്കെ
ജനങ്ങളുടെ മുമ്പിൽ, ജനങ്ങൾക്ക് എപ്പോഴും കോൺഗ്രസിൽ എന്ത് സംഭവിച്ചാലും സംശയമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് അടക്കം ഒരു ഐക്യമില്ലായ്മയുടെ ഒരു അന്തരീക്ഷം എപ്പോഴും അങ്ങനെ കനത്തു നിൽക്കും കോൺഗ്രസിൽ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയേണ്ടതായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വം ഒരു ടീമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ എം പിമാരൊന്നും പിണങ്ങിയതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കേണ്ട. അല്ലെങ്കിൽ ചില മുൻ PCC പ്രസിഡന്റുമാരെ ചെന്നില്ല, വേണ്ട. അവരിലെങ്കിലും കാര്യങ്ങൾ നടക്കുമല്ലോ, കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. സുധാകരന്റെ കാലത്തുണ്ടായ നേട്ടങ്ങൾ അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായതാണല്ലോ. ആർക്കും അതിനെ ഇല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൽ VD സതീശന്റെ ഒക്കെ പങ്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരു പരീക്ഷണം വരാൻ പോവുക, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ DCC പ്രസിഡന്റുമാരെ മാറ്റുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഇല്ല, 3-4 കൊള്ളാവുന്ന ആളുകളെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവരെ മാറ്റുമെന്ന് പറയുന്നു. അതിന്റെ ഉത്തരവാദിത്വം KPCC പ്രസിഡന്റിനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായിട്ട്, പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോണം, വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഗ്രൂപ്പ് പോയല്ലോ, ഗ്രൂപ്പ് ഇപ്പൊ ഇല്ലല്ലോ. പക്ഷേ പണ്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരെ കൊല്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും താഴെ തട്ടിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിന്, നേതൃത്വം കൊടുക്കുന്നതിന് പറ്റിയ DCC പ്രസിഡന്റുമാരെ നിയമിക്കാൻ, കണ്ടെത്താൻ മറ്റൊരു പരിഗണനയും കൂടെ, മെറിറ്റ് മാത്രം, ജാതി മത വർഗ വർണ്ണ ഒരു പരിഗണനയുമില്ലാതെ, ഗ്രൂപ്പ് ഒന്നുമില്ലാതെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കാൻ ഈ പുതിയ സംവിധാനത്തിന് കഴിയുമോ? പിന്നെ ഇനിയും KPCC ജനറൽ സെക്രട്ടറിമാർ വേണം. ഇവരെയൊക്കെ ഉടനെ നിശ്ചയിക്കേണ്ടതുണ്ട്. സമയമില്ല. കുറെ സമയമെടുത്ത് പലതരത്തിലുള്ള പല തട്ടിലുള്ള ചർച്ച നടത്തിയതൊക്കെ തീരുമാനിക്കാൻ സാവകാശമില്ല. അപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ KPCC ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിക്കാൻ കഴിയുമോ? ഇത് ഇപ്പോഴത്തെ KPCC നേതൃത്വത്തിന് മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. അവരുടെ കഴിവ് പരീക്ഷിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ്, പരീക്ഷണമാണ്. കേരളത്തിലേക്ക് നിയോഗിച്ചിരുന്ന കനകോലുവിന്റെ റിപ്പോർട്ട് ഇന്നലെ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതില് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും UDFന് കോൺഗ്രസിന് അനുകൂലമായ കാലാവസ്ഥയുണ്ടെന്നും മധ്യ കേരളത്തിൽ അല്പം ദുർബലമാണ് എന്നും പറയുന്നതായിട്ടാണ് വാർത്തകളിൽ കേട്ടതും വായിച്ചതും. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങൾ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും കനകോലു കേരളത്തിലുടനീളം എല്ലാവരെയും കണ്ട്, പലരെയും കണ്ട്, കോൺഗ്രസിലുള്ളവരെയും കോൺഗ്രസിന് പുറത്തുള്ളവരെയും ഒക്കെ കണ്ട് ക്രോഡീകരിച്ചെടുത്ത ഒരു റിപ്പോർട്ടാ. ശരി, അത് നമുക്ക് ശരിയെന്നങ്ങ് വയ്ക്കാം. അപ്പോ ഈ മധ്യ കേരളത്തില് കോൺഗ്രസും UDF ദുർബലമായി നിൽക്കുന്ന ഈ ഇടത്ത് നമുക്ക് പിണറായി വിജയനെ പുറത്തിറക്കണമല്ലോ. LDFന് ഈ 3ാം തവണ അധികാരത്തിൽ വരരുതല്ലോ, UDF വരണമല്ലോ. അപ്പോ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മധ്യ കേരളം ശക്തിപ്പെടുത്തണം. അതിന് സണ്ണി ജോസഫ് ആൻഡ് ടീമിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഓരോരുത്തരുടെയും പരിചയ സമ്പത്തിനെ കുറിച്ച് ഫോട്ടോ കണ്ടാൽ അറിയുമോ, ടെലിവിഷനിൽ കണ്ടാൽ തിരിച്ചറിയുമോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ നയിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ മറ്റ് കക്ഷികളുമായിട്ടുള്ള ബന്ധം, ചർച്ചകൾ, കൂടിയാലോചനകൾ, ചിലപ്പോൾ ഈ മധ്യകേരളത്തിലെ ദുർബലാവസ്ഥ മാറ്റുന്നതിന് പുതിയ ചില കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകൾ നടത്തേണ്ടി വരും. അവർ വരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അതിനൊക്കെ ആ പാർട്ടികളുമായിട്ടൊക്കെ സംസാരിക്കാൻ അതിന് ഇന്നത്തെ നേതൃത്വത്തിന് എത്രത്തോളം കഴിയില്ല എന്നല്ല പറയുന്നത്, കഴിയണം. അത് എത്രത്തോളം കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ഈ പുതിയ നേതൃത്വത്തിന്റെ മുമ്പിലുള്ള ചില വെല്ലുവിളികളാണ്. അവർക്ക് അതിനെയൊക്കെ വളരെ വിജയപൂർവ്വം തരണം ചെയ്യാൻ സാധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് ചില പ്രതീക്ഷകൾ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല.